എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡോക്ടർ മാർക്കോയെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിയെ ലെസ്റ്റ് തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ലെസ്റ്റിൻ്റെ മരണശേഷം ഇപ്പോൾ എൻവിയാണ് അയാളെ നോക്കുന്നത്. പതിവ് പോലെ എൻവി അന്നും മാർക്കോയ്ക്ക് ഭക്ഷണവും കൊണ്ടുവന്നു. അവരുടെ പ്ലാൻ സക്സസ് ആവാൻ മാർക്കോ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതുണ്ട്. പക്ഷേ മാർക്കോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള അവസരവും കാത്തിരിക്കുവാണ്. ആ സിറ്റിയെ തന്നെ ഒരു വലിയ ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിളാക്കി മാറ്റിക്കൊണ്ട് അതിലെ എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ ഉപയോഗിച്ച് ഒരു ഫിലോസഫർ സ്റ്റോൺ ഉണ്ടാക്കാനാണ് അവരുടെ പ്ലാൻ എന്ന് മാർക്കോയ്ക്ക് ഏകദേശം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചത്താലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് മാർക്കോ എൻവിയോട് പറഞ്ഞു. പക്ഷേ അയാളെ അനുസരിപ്പിക്കാനുള്ള വഴി എൻവിക്ക് അറിയാമായിരുന്നു. നീ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ നിന്റെ ആ ഗ്രാമം മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് അവൻ അയാളോട് പറഞ്ഞു. അതോടെ മാർക്കോ ആകെ തകർന്നുപോയി. അയാളുടെ അവസ്ഥ കണ്ട് എൻവി പൊട്ടിച്ചിരിച്ചു. മനുഷ്യരുടെ ദൗർബല്യം അവരുടെ ഇമോഷൻസ് ആണെന്ന് എൻവി മനസ്സിലാക്കി. ഇതേസമയം ഗ്ലട്നിയെ പിടിച്ചുകെട്ടി കൊണ്ടുപോയതിന് ശേഷം കാടിന് നടുവിലെ സീക്രട്ട് ബേസിൽ വെച്ച് ലിന്നും മസ്താങ്ങും കണ്ടുമുട്ടി. അവിടെ വെച്ച് ഗ്ലട്നി ആദ്യമായിട്ട് മസ്താങ്ങിനെ കണ്ടു. ലെസ്റ്റിനെ കൊന്ന മസ്താങ്ങിനോടുള്ള പ്രതികാരം മൂത്ത് ഭ്രാന്ത് പിടിച്ച ഗ്ലട്നി പെട്ടെന്ന് വയലൻ്റായി. അവൻ്റെ ശരീരം വലുതായി. അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ്റെ വയറ് പിളർന്ന് ഒരു ഭീമൻ വായ രൂപപ്പെട്ടു. ആ വായയുടെ ഉള്ളിൽ നിന്നും ഒരു കണ്ണ് തുറന്നു വന്നു. അത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിന്നപ്പോഴേക്കും ഗ്ലട്നി നിന്ന സ്ഥലത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായി. ആ വീടിൻ്റെ ഒരു ഭാഗം തന്നെ അപ്രത്യക്ഷമാക്കിയ ആ സംഭവം കണ്ട് വീടിന് പുറത്ത് കാവൽ നിന്നിരുന്ന നമ്മുടെ ലെഫ്റ്റനൻറ്റ് ഹോക്കൈ അത്ഭുതപ്പെട്ടു. മസ്താങ്ങിനെ അന്വേഷിച്ച് അകത്തേക്ക് കയറാൻ പോയ ഹോക്കൈയുടെ അടുത്തുകൂടി എന്തോ ഒരു ഷോക്ക് വേവ് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. ആ ഷോക്ക് വേവിൽ പെട്ട് അവളുടെ തോക്കിൻ്റെ പകുതിയോളം ഭാഗം അപ്രത്യക്ഷമായി. അപ്പോഴാണ് അവൾ വീടിനുള്ളിൽ നിൽക്കുന്ന ഗ്ലട്നിയെ കണ്ടത്. ശരീരം മുഴുവൻ നീണ്ട വായയും അതിൽ നിറയെ കൂർത്ത പല്ലുകളുമൊക്കെയായിട്ട് ഒരു ഭീകര രൂപത്തിൽ നിൽക്കുകയാണ് ഗ്ലട്നി. മസ്താങ്ങിനെ അവൻ കൊന്നുവെന്ന് കരുതി നമ്മുടെ ഹോക്കൈ അവനെ ഷൂട്ട് ചെയ്യാനൊരുങ്ങി. പക്ഷേ മസ്താങ്ങും ടീമും അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. മസ്താങ് ഹോക്കയോട് അവനെ ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഗ്ലട്നി ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളതെല്ലാം അപ്പാടെ വിഴുങ്ങാൻ ശക്തിയുള്ളൊരു മോൺസ്റ്ററാണ്. ഇപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മസ്താങ് അവളെ ഉപദേശിച്ചു. ഗ്ലട്നിയുടെ പ്രധാന ശത്രു താനാണെന്ന് അറിയാമായിരുന്ന മസ്താങ് തൻ്റെ ഫ്ലെയിം ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു ഫൈറ്റിന് റെഡിയായി. അവൻ ഗ്ലട്നിയെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ബ്രദേഴ്സ് മസ്താങ്ങിനെ തടയാൻ നോക്കി. കാരണം ഗ്ലട്നി മരിച്ചാൽ അവൻ്റെ ദേഹത്തെ ഫിലോസഫർ സ്റ്റോൺ നശിക്കും. മാത്രമല്ല ബ്രാഡ്ലിക്കെതിരെ കൂടുതൽ തെളിവുണ്ടാക്കാൻ ഗ്ലട്നി ജീവനോടെ ഉണ്ടായേ പറ്റൂ എന്ന് എഡ്വേർഡ് അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ മസ്താങ് ഇത് ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാന ടാസ്ക്. ഗ്ലട്നിയെ കൊല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മസ്താങ് അവൻ്റെ വിരൽ ഞൊടിച്ചു. തൊട്ടടുത്ത നിമിഷം ഗ്ലട്നിയുടെ ശരീരം തീ കൊണ്ട് മൂടി. അതോടെ അവൻ്റെ കഥ കഴിഞ്ഞുവെന്ന് എല്ലാവരും കരുതി. പക്ഷേ പെട്ടെന്ന് ഗ്ലട്നി ആ തീ മുഴുവൻ ഒരുമിച്ച് തൻ്റെ വയറിനുള്ളിലേക്ക് വലിച്ചു കയറ്റി ഒരു ഏമ്പക്കവും വിട്ടു. ഇത് കണ്ട മസ്താങ്ങിൻ്റെയും ബ്രദേഴ്സിൻ്റെയും കിളി പോയി. ഗ്ലട്നി അടുത്ത അറ്റാക്കിന് ഒരുങ്ങിയപ്പോഴേക്കും മസ്താങ്ങും കൂട്ടരും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അവർ കാടിനുള്ളിലേക്ക് കയറി. കാടിനകത്തുകൂടി അസ്ത്രം വിട്ട പോലെ പാഞ്ഞിട്ടും അവിടെയും മസ്താങ്ങിന് രക്ഷയുണ്ടായിരുന്നില്ല. ഗ്ലട്നി അവൻ്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞിരുന്നു. തക്ക സമയത്ത് അവിടെ എത്തിയ ഹോക്കൈ ഗ്ലട്നിയെ പിന്നിൽ നിന്നും വെടിവെച്ചത് കൊണ്ട് മാത്രം മസ്താങ് തലനാരിഴയ്ക്ക് അവൻ്റെ അറ്റാക്കിൽ നിന്നും എസ്കേപ്പായി. അവിടെ നിന്നും അവൻ എഴുന്നേറ്റോടാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവൻ്റെ വയറ്റിലെ പഴയ മുറിവ് അവന് പണികൊടുത്തു. അങ്ങനെ മസ്താങ് വേദനയോടെ അവിടെ ഇരുന്നു പോയി. ഈ സമയം ആ വീടിനുള്ളിൽ നിന്നും നമ്മുടെ ലിങ് ലാൻഫാനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. വീടിന് പുറത്ത് ഡോക്ടർ നോക്സ് തൻ്റെ കാറും സ്റ്റാർട്ട് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുവാണ്. ലാൻഫാനെ വണ്ടിയിൽ കയറ്റിയ ശേഷം മസ്താങ്ങിനും പിള്ളേർക്കും വേണ്ടി അവിടെ കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാൻ നോക്സ് തീരുമാനിച്ചു. ഈ സമയം കൊണ്ട് കാട്ടിൽ തളർന്നു വീണുപോയ മസ്താങ്ങിനെ ഗ്ലട്നി കണ്ടെത്തി. അവൻ മസ്താങ്ങിനെ കടിച്ചു തിന്നാൻ നോക്കിയപ്പോഴാണ് അത് വെറുമൊരു മരക്കുറ്റി മാത്രമാണെന്ന് അവന് മനസ്സിലായത്. താൻ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഗ്ലട്നിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു. അവൻ കാട്ടിൽ കിടന്ന് അലറുന്ന സമയം കൊണ്ട് ബ്രദേഴ്സും ഹോക്കയും ചേർന്ന് മസ്താങ്ങിനെ സുരക്ഷിതമായി കാറിലെത്തിച്ചു. മസ്താങ്ങിനെയും ലാൻഫാനെയും നോക്കിക്കൊള്ളാൻ ഹോക്കയെ പറഞ്ഞേൽപ്പിച്ചിട്ട് ബ്രദേഴ്സും ലിങ്ങും കൂടി ഗ്ലട്നിയെ നേരിടാനിറങ്ങി. പക്ഷേ ഗ്ലട്നിയുടെ മുന്നിലേക്ക് അവർ പോകുന്നതിനെ എല്ലാവരും എതിർത്തു. എന്നാലും അവരുടെ തീരുമാനം മാറിയില്ല. ഗ്ലട്നിയെ പിടിച്ചു കെട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു. അപ്പോൾ ഹോക്കൈ തൻ്റെ തോക്കെടുത്ത് എഡ്വേർഡിന് നേരെ നീട്ടി. ആദ്യമൊന്നും അടിച്ചുവെങ്കിലും അവൾ നിർബന്ധിച്ചപ്പോൾ അവനത് മേടിച്ചു. അപ്പോൾ വീണ്ടും കാടിനുള്ളിൽ നിന്നും ഗ്ലട്നിയുടെ അലർച്ച കേട്ട എഡ്വേർഡും ടീമും നേരെ കാട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. പക്ഷേ കാട്ടിനുള്ളിൽ കലിതുള്ളി നിൽക്കുന്ന ഗ്ലട്നിയെ കണ്ടപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും ആവേശം ആവിയായി. ഇവനെ എങ്ങനെ പിടിക്കുമെന്നോർത്ത് അവന്മാരാകെ കൺഫ്യൂഷൻ അടിച്ചു നിന്നു. പെട്ടെന്ന് അവരുടെ പുറകിൽ ഒരു നായ വന്നു നിന്നു. ആ നായ ഇത്രയും നേരം അവരെ പിന്തുടരുകയായിരുന്നു. സത്യത്തിൽ അത് വേഷം മാറി വന്ന എൻവിയാണ്. എൻവിയെ കണ്ട ഉടനെ എഡ്വേർഡ് അവനെ അറ്റാക്ക് ചെയ്തു. പക്ഷേ എൻവി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാരണം ഇപ്പോൾ എൻവി വന്നിരിക്കുന്നത് ഗ്ലട്നിയെ തടയാനാണ്. ഗ്ലട്നി എങ്ങാനും ബ്രദേഴ്സിനെ കൊന്നാൽ ഫാദറിൻ്റെ സകല പ്ലാനിങ്ങും പൊളിയുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ നേരെ ഗ്ലട്നിയുടെ അടുത്ത് എന്നിട്ട് എൽറിക് ബ്രദേഴ്സിനെ ഉപദ്രവിക്കരുതെന്ന് താക്കീത് ചെയ്തു. ഇതേസമയം ലിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവനെ കൊന്നു തിന്നുകൊള്ളാൻ അവൻ ഗ്ലട്നിക്ക് ഓർഡർ കൊടുത്തു. അതോടെ ഗ്ലട്നി ലിന്നിൻ്റെ പുറകെ ഓട്ടം തുടങ്ങി.
ഇത് കണ്ട ബ്രദേഴ്സിന് ഇനി ഗ്ലഡ്നിയോ എൻവിയോ തങ്ങളെ കൊല്ലാൻ നോക്കില്ല എന്ന് മനസ്സിലായി. ഉടൻ തന്നെ എഡ്വേർഡ് ആൽക്കമി കൊണ്ട് ഗ്ലഡ്നിക്കും എൻവിക്കും നടുവിലായൊരു മതിലുണ്ടാക്കി. ലിന്നിനോട് എൻവിയെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ബ്രദേഴ്സ് രണ്ടും കൂടി ഗ്ലഡ്നിയെ പഞ്ഞിക്കിടാൻ തുടങ്ങി. ഗ്ലഡ്നി ആണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഇതേസമയം മതിലിൻ്റെ അപ്പുറത്ത് എൻവിയും ലിന്നും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. എൻവിയുടെ യഥാർത്ഥ രൂപം ഈ കാണുന്നതല്ല എന്ന് ലിങ്ങിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അവൻ എൻവിയെ നേരിട്ടത്. പക്ഷേ അധികം വൈകാതെ എൻവി തൻ്റെ കൈ പാമ്പ് പോലെ ആക്കിയിട്ട് ലിന്നിനെ ചുറ്റി വരിഞ്ഞു. പക്ഷേ കൃത്യസമയത്ത് ലിന്ന് കാലുകൊണ്ട് കുറച്ച് മണ്ണ് വാരി എൻവിയുടെ കണ്ണിൽ തെറിപ്പിച്ചു. അതോടെ പിടിവിട്ടുപോയ എൻവിയെ ലിങ് വെട്ടി വീഴ്ത്തി. എൻവി എഴുന്നേറ്റപ്പോൾ ലിങ് അവൻ്റെ നേരെ വാൾ നീട്ടിയിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് എൻവി ലാൻഫാൻ്റെ രൂപമെടുത്തു. എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് അവൾ അവനോട് കെഞ്ചി. ഇത് കണ്ട ലിന്ന് ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി. ഈ സമയം മതിലും പൊളിച്ചുകൊണ്ട് ഗ്ലഡ്നി അങ്ങോട്ടേക്ക് വന്നു. തൊട്ടു പിന്നാലെ ബ്രദേഴ്സും ഉണ്ടായിരുന്നു. ഗ്ലഡ്നിയെ കണ്ട എൻവി അവനോട് ലിന്നിനെ തിന്നാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ഗ്ലഡ്നി തൻ്റെ വായ തുറന്ന് റെഡിയായി. ലിന്നാകെ മരവിച്ച് നിന്ന സമയത്ത് പെട്ടെന്ന് എഡ്വേർഡ് അവർക്കിടയ്ക്ക് കയറി വന്നു. എഡ്വേർഡ് മരിച്ചാൽ പണി വാളുമെന്നറിയാമായിരുന്ന എൻവി അങ്ങോട്ട് ചെന്ന് അവൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്തു. ഗ്ലഡ്നിയെ തടയാൻ അൽഫോൺസ് ഓടി വന്നു. പക്ഷേ അപ്പോഴേക്കും ഗ്ലഡ്നി അവരെ അറ്റാക്ക് ചെയ്തു. എല്ലാം ഒന്ന് ശാന്തമായപ്പോഴേക്കും ആ പ്രദേശത്തെ നല്ലൊരു ഭാഗവും ഗ്ലഡ്നിയുടെ വയറ്റിനുള്ളിലായി കഴിഞ്ഞിരുന്നു. കൂട്ടത്തിൽ അൽഫോൺസിൻ്റെ വലത് കൈപ്പത്തിയും എൻവിയുടെ ശരീരത്തിൻ്റെ പകുതിയും ഗ്ലഡ്നിയുടെ വയറ്റിൽ പോയി. അതോടെ എൻവിയുടെ ശരീരത്തിൻ്റെ ബാക്കി പാതി പൊടിഞ്ഞു പോകാൻ തുടങ്ങി. ഇതിനെല്ലാം പുറമെ നമ്മുടെ ലിന്നും എഡ്വേർഡും പൂർണ്ണമായിട്ടും ഗ്ലഡ്നിയുടെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിന്ന ഗ്ലഡ്നിയെ അൽഫോൺസ് പിടിച്ചിടിച്ചു. എഡ്വേർഡിനെ തിരികെ തരാൻ അവൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരിക്കൽ വിഴുങ്ങിയതിനെ തിരികെ കൊടുക്കാൻ ഗ്ലഡ്നിക്ക് അറിയില്ലായിരുന്നു. തൊട്ടു പിന്നാലെ ഗ്ലഡ്നിയുടെ ശരീരം പഴയതുപോലെയായി. ഇതെല്ലാം കണ്ടപ്പോൾ അൽഫോൺസിനെ ആകെ ഭ്രാന്ത് പിടിച്ചു. ഇതേസമയം ബ്രാഡ്ലി തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ മകനായ സലീം അവന് സ്കൂളിലെ എസ്സേ റൈറ്റിങ്ങിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് അയാളോട് പറഞ്ഞു. സലീം അതിൽ എഴുതിയിരിക്കുന്നത് ബ്രാഡ്ലിയെക്കുറിച്ച് തന്നെയായിരുന്നു. ബ്രാഡ്ലി നിർബന്ധിച്ചപ്പോൾ സലീം ആ എസ്സേ വായിക്കാൻ തുടങ്ങി. ആ എസ്സേ മുഴുവനും ബ്രാഡ്ലിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു. സലീം തന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രാഡ്ലിയുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ബ്രാഡ്ലി അവിടുത്തെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു അശരീരി അവനോട് സംസാരിച്ചു. ആളെ കണ്ടില്ലെങ്കിലും തന്നോട് സംസാരിക്കുന്നത് പ്രൈഡ് എന്ന ഹൊമങ്കിലസ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. പ്രൈഡ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ബ്രാഡ്ലിക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാഡ്ലിയുടെ പ്രവൃത്തികളിൽ ഫാദർ അത്ര തൃപ്തനല്ല. ബ്രാഡ്ലിയുടെ മൂക്കിന് താഴെ വെച്ചാണ് മസ്താങ് ലെസ്റ്റിനെ കൊന്നതും ഗ്ലഡ്നിയെ അവർ കിഡ്നാപ്പ് ചെയ്തതും. ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും മസ്താങ്ങിനെ പൂട്ടാൻ പറ്റാത്തത് ബ്രാഡ്ലിയുടെ കഴിവുകേടാണെന്ന് പറഞ്ഞ് പ്രൈഡ് അവനെ കുറ്റപ്പെടുത്തി. ഇതൊക്കെ കേട്ട ശേഷം ബ്രാഡ്ലി പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. മസ്താങ്ങിനെ ഒതുക്കാൻ ഒരുപാട് അവസരം വന്നിട്ടും ഞാൻ അവനെ വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ഇനി അവനെ ഓർത്ത് നിങ്ങളാരും പേടിക്കണ്ട. മസ്താങ്ങിനെ പൂട്ടാനുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇക്കാര്യം ഫാദറിനെ അറിയിക്കാൻ പ്രൈഡിനെ ഏൽപ്പിച്ചിട്ട് ബ്രാഡ്ലി പുറത്തേക്കിറങ്ങി. ഈ സമയം കൊണ്ട് നമ്മുടെ മസ്താങ്ങും ടീമും എല്ലാം സുരക്ഷിതമായി ഡോക്ടർ നോക്സിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ലാൻഫാനെ അവർ നോക്സിൻ്റെ മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു. ലിങ്ങിനെക്കുറിച്ചോർത്ത് ലാൻഫാന് വല്ലാത്ത വെപ്രാളം തോന്നി. ഈ അവസ്ഥയിൽ അവൾക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മസ്താങ് പരിക്ക് ഭേദമാകുന്നതുവരെ കാത്തു നിൽക്കാതെ നോക്സിനെ ധിക്കരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൻ ഹോക്കയോട് തന്നെ സെൻട്രൽ കമാൻഡിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്ന് ലഫ്റ്റനൻറ്റ് ജനറൽ റെയ്വനെ മീറ്റ് ചെയ്ത് ബ്രാഡ്ലിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കാനാണ് മസ്താങ്ങിൻ്റെ പുറപ്പാട്. മുൻപ് മസ്താങ് ഈസ്റ്റ് സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈസ്റ്റ് സിറ്റി കമാൻഡറായിരുന്ന ഗ്രമ്മൻ വഴിയാണ് ലഫ്റ്റനൻറ്റ് ജനറൽ റെയ്വനെ പറ്റി മസ്താങ് ആദ്യമായി കേൾക്കുന്നത്. ഗ്രമ്മൻ്റെ പഴയ സുഹൃത്താണ് റെയ്വൻ. അയാൾ പറഞ്ഞത് പ്രകാരം റെയ്വൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ റെയ്വൻ തങ്ങളെ സഹായിക്കുമെന്ന് മസ്താങ്ങിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അധികം വൈകാതെ മസ്താങ് സെൻട്രൽ കമാൻഡിലെത്തി. ഒന്നുകിൽ ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടും, അല്ലെങ്കിൽ കൊലക്കയർ വീഴും. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ഹോക്കയെ പുറത്തു നിർത്തിയിട്ട് മസ്താങ് രണ്ടും കൽപ്പിച്ച് ഉള്ളിലേക്ക് കയറി. അധികം വൈകാതെ അവൻ ലഫ്റ്റനൻറ്റ് ജനറൽ റെയ്വനെ മീറ്റ് ചെയ്തു. ഗ്രമ്മൻ പറഞ്ഞതുപോലെ തന്നെ റെയ്വൻ ഒരു നൈസ് മനുഷ്യനായിരുന്നു. ചിരിച്ചു കളിച്ച് ഫ്രീ ആയി സംസാരിക്കുന്ന റെയ്വനെ കണ്ടപ്പോൾ തന്നെ മസ്താങ്ങിന് പാതി ആശ്വാസമായി. ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഓഫീസിൽ കുറേ സമയം ചെലവഴിച്ചു. അപ്പോഴേക്കും എന്തോ മീറ്റിങ്ങിന് സമയമായി എന്ന് പറഞ്ഞ് റേവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. അങ്ങനെ മീറ്റിംഗ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ മസ്താങ് അയാളുടെ ഒപ്പം കൂടി. അവിടെ വച്ച് അവൻ ബ്രാഡ്ലി ഒരു ഹൊമങ്കിലസ് ആണെന്ന കാര്യം റെയ്വനെ അറിയിച്ചു. അത് കേട്ടപ്പോൾ മസ്താങ് തമാശ പറയുന്നതാണെന്ന് ഓർത്ത റെയ്വൻ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇങ്ങേരി വെറും പൊട്ടനാണെന്ന് മനസ്സിലാക്കിയ മസ്താങ് അയാളുടെ കൂടെ ചിരിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് അയാൾ ആ മീറ്റിംഗ് റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് മസ്താങ്ങിനെ ഉള്ളിലേക്ക് കയറ്റി. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മിലിറ്ററിയിലെ എല്ലാ ടോപ്പ് ഓഫീസേഴ്സും മസ്താങ്ങിനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ മസ്താങ് ആകെ അസ്വസ്ഥനായി. അപ്പോൾ ഡ്രൈവൻ മസ്താങ്ങിനോട് ഒരിക്കൽ കൂടി ആ തമാശ ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു.
ഇത് പറയുമ്പോൾ റെയ്വൻ്റെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ മസ്താങ് അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ബ്രാഡ്ലി അങ്ങോട്ടേക്ക് കയറി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഒരു ഹൊമങ്കുലസ് തന്നെയാണ്. അതിന് ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇത് കേട്ടപ്പോൾ മസ്താങ് ആകെ ഷോക്കായിപ്പോയി. പക്ഷേ അവിടെ ഇരുന്ന ഒരു ഓഫീസേഴ്സിൻ്റെയും മുഖത്തും ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ മസ്താങ്ങിന് ഒരു കാര്യം ഉറപ്പായി. നേരിടാനുള്ളത് സ്റ്റേറ്റ് മിലിറ്ററിക്കുള്ളിലുള്ള ശത്രുവിനെ അല്ല, സ്റ്റേറ്റ് മിലിറ്ററി എന്ന ശത്രുവിനെയാണ്. ഒരു വല്ലാത്ത കുരുക്കിലേക്കാണ് താൻ വന്ന് ചാടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മസ്താങ് അവിടെ മരവിച്ച് നിന്നുപോയി. ഇതേ സമയം നമ്മുടെ എഡ്വേർഡ് കണ്ണു തുറന്നു. അവൻ കിടക്കുന്നത് ഏതോ ഒരു ഇരുണ്ട സ്ഥലത്താണ്. എഴുന്നേറ്റ ഉടൻ തന്നെ അവൻ കണ്ടത് നിലത്ത് കെട്ടിക്കിടക്കുന്ന ചോരയായിരുന്നു. കുറച്ചപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടവും കിടപ്പുണ്ട്. എങ്ങോട്ട് നോക്കിയാലും കുറേ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഇരുട്ടും മാത്രം. ഇതിപ്പോൾ ഏതാണ് സ്ഥലമെന്ന് പോലും മനസ്സിലാകാതെ ഭ്രാന്ത് പിടിച്ച എഡ്വേർഡ് അവിടെ കിടന്ന് അലറാൻ തുടങ്ങി.